സാർ വലിയൊരു ഉത്സവപ്പറമ്പിലേക്ക് നിങ്ങൾ ഹാലജൻ ബൾബ്, ഹാലജൻ നിങ്ങൾ കണ്ടിട്ട് ഹാലജൻ എന്ന് ചിത്രമില്ലയോ? നിങ്ങൾ പറ, മനസ്സിൽ പറ, ഈ LED ബൾബിലാണോ ഹാലജൻ ബൾബിലാണോ ഏറ്റവും കൂടുതൽ പ്രകാശം വരുന്നത്? ഈ ഹാലജൻ ബൾബിലല്ലയോ? പ്രകാശമില്ല എന്നുണ്ടെങ്കിൽ വളർച്ച. ഇപ്പൊ സൂര്യൻ ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കുമോ? പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ആണോ? ഇല്ല. ഫോട്ടോസിന്തസിസ് നടക്കുമോ? ഇല്ല. സസ്യങ്ങൾ പാകം ചെയ്യുമോ? ഇല്ല. ഈ കാണുന്ന ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ അധികം ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല. പ്രകാശമില്ല ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. മഹേഷ് സാറിന് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് മൊബൈൽ വഴി എന്നെ കാണാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അന്ന് ലോകത്തിന് വളർച്ച ഉണ്ടാകത്തില്ല എന്നാ പറഞ്ഞേ. ആണല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സബ് എഞ്ചിനീയറിൻ്റെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സബ് എഞ്ചിനീയറും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും വിളിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഈ പണിപ്പുരയിലാണ് നമ്മൾ. അതെല്ലാം നമുക്ക് പഠിച്ച് തുടങ്ങാൻ നമുക്ക് ധാരാളം സമയമുണ്ട് എന്ന് കരുതി ആ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു മോഡ്യൂളാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 3 സബ് എഞ്ചിനീയറിൻ്റെ നോക്കുമ്പോഴത്തേനും മോഡ്യൂൾ 3 എന്ന് വെച്ചാൽ 16 മാർക്കാണെന്ന് മനസ്സിലാക്കുക. ആദ്യം ഞാൻ മോഡ്യൂൾ അവിടെ ഉൾപ്പെടുത്താൻ കാരണം നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കണം. ആ പഠിക്കുന്നത് വ്യക്തത വരുത്തി ഓരോന്നും എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ വിചാരിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ പോവുകയുള്ളൂ. അതല്ല, ശരി, തുടങ്ങാൻ പോവുകയാണ്. മോഡ്യൂൾ 3-ക്കകത്ത് മൊത്തം 16 മാർക്കാണുള്ളത്. എത്ര മാർക്കാ? 16. അപ്പോൾ ഒന്ന് ആലോചിച്ചേക്കണം, ഒന്നും ചില്ലറ കാര്യമല്ല, വലിയൊരു മാർക്കാണുള്ളത്. ഓക്കെ ആണോ? ആദ്യത്തേനകത്ത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് ഒഴിവാക്കി ആദ്യം ഇതാണ്ട് ഈ ഒരു സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ താരതമ്യേന ഇച്ചിരി പ്രയാസം കുറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു പോർഷൻ എടുത്ത് ക്ലിയർ ചെയ്തതിന് ശേഷം അങ്ങോട്ട് വരാം. അങ്ങനെ ഒരു പഠിക്കുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി ഒക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. രക്ഷപ്പെടാന്ന് വെച്ചാൽ ആദ്യം തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യം എടുത്ത് പഠിക്കാൻ നിൽക്കരുത്. ചെറുതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വലുതിടണം. ആദ്യം ഇച്ചിരി പ്രയാസം കുറഞ്ഞ പോർഷൻ എടുക്കണം. അപ്പം നമുക്ക് ചാപ്റ്ററിനോട് അല്ലെ ആ വിഷയത്തോട് ഒരു താല്പര്യം തോന്നും. അതിൽ നിന്ന് പഠിച്ച് എന്ത് ചെയ്യണം, മുന്നോട്ട് കയറണം. അപ്പോൾ തുടങ്ങിയാണ് മോഡ്യൂൾ 3-ക്കകത്തെ ഞാൻ എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ താണ്ട് ഈ ഒരു പോർഷൻ, ലോസ് ഓഫ് ഇലൂമിനേഷൻ, ലൈറ്റ്നിങ് സ്കീം, illumination level, space to height ratio, depreciation factor, utilization factor, lightning calculation for building open space problem, type of lamp for illumination ആണല്ലോ. ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ മുകളിലോട്ട് പോകും. അങ്ങനെ സെറ്റാകും. നമ്മൾ 16 മാർക്ക് ഉറപ്പായിട്ട് വാങ്ങിച്ചിരിക്കും. ഓക്കെ ആണോ? അപ്പം നിങ്ങൾ എന്നെ സഹായിക്കണം. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുകയാണ്, തുടങ്ങാൻ പോവുകയാണേ. ശരി, ഞാൻ ആദ്യം പറയുന്നു ഇൻട്രൊഡക്ഷൻ. നമ്മൾ എന്താ പറയുന്നത്? ഇലൂമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. അതല്ല, അപ്പം ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഇപ്പം മഹേഷ് സാറ് വന്നു നിങ്ങളെ ഇരിക്കുമല്ലയോ? ശരി, ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാം. ആ കാണാൻ സാധ്യമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആവശ്യത്തിന് വെട്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത്, അല്ലയോ? ശരി, ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. ആ ബോർഡ് അതിനനുസരിച്ചൊരു വെട്ടം തരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ആണല്ലോ. ശരി, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ പ്രതലത്തിൽ നിന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ടേബിൾ കാണും, ബെഞ്ച് കാണും, മേശ കാണും, റോഡ് കാണാം, മതിൽ കാണാം. ഇതെല്ലാം കാണാൻ പറ്റുന്നത് ഒരു ഇലൂമിനേഷൻ, വെട്ടം അല്ലെ പ്രകാശമുള്ളത് കൊണ്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലയോ? ആണ്. ഒരു വസ്തുവിനെ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രകാശം വേണം. ഇത്രയും നിങ്ങൾക്ക് അറിയാലോ. ശരി, ഇനി ഞാൻ പറയട്ടെ. ഇനി രാത്രിയായി മഹേഷ് സാർ കട്ടിലിൽ നിന്ന് ഇങ്ങനെ എണ്ണിച്ച് ഇങ്ങനെ കണ്ണ് തുറന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല, അവിടെ പ്രകാശമില്ല. അപ്പം ഞാൻ സ്വിച്ച് ഇട്ടപ്പോൾ എനിക്ക് കാണാൻ പറ്റി. കാരണം എന്താ? അവിടെ ഞാനൊരു ബൾബിന്റെ സഹായത്താൽ ഞാൻ അവിടെ ഒരു ഇലൂമിനേഷൻ അല്ലെ ഒരു പ്രകാശം എടുത്തല്ലോ. ശരി, ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇനി പ്രകാശം എല്ലായിടത്തും ഒരേപോലെ ആണോ? അല്ല. ഇപ്പം വീട്ടിലെ പ്രകാശമൊന്നും അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റേഡിയത്തിൽ പോയാൽ അല്ല. ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റേഡിയത്തിലെ പ്രകാശമാണ് റോഡിൽ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റ് അല്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോരുത്തടത്തും ഓരോ രീതിയിലല്ലേ പ്രകാശം പ്രൊവൈഡ് ചെയ്തേ? പഠിപ്പിക്കുന്നിടത്ത് അത്രയും വലിയ പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്. അപ്പം ഇലൂമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ആവശ്യകത ഓരോ സ്ഥലങ്ങളിലും പ്രകാശത്തിൻ്റെ അളവ് എന്താ? വ്യത്യാസമാണ്. പലയിടത്തും ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാ? വ്യത്യാസമാണ്. ചിലയിടങ്ങളിൽ അനുവദനീയമായ ബൾബുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ് ഏതാ? ഇലൂമിനേഷൻ. തുടങ്ങാൻ പോവുകയാണ്. ആദ്യത്തെ 2 പേജിനകത്ത് ജസ്റ്റ് ബേസ് ആണ്, പക്ഷെ അവിടെയും ചോദ്യങ്ങളുണ്ട്. തുടങ്ങാൻ പോവുകയാണ്. ഇൻട്രൊഡക്ഷൻ.
The study of illumination give the understanding the light control principle as applicable to interior design of light. ഒന്നുമില്ല, അവർ പറഞ്ഞിരിക്കും, നിങ്ങൾ അതൊന്നും നോക്കേണ്ട, ഇൻട്രൊഡക്ഷൻ അത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എന്താ ഇലൂമിനേഷൻ എന്ന് പറയുന്നത്? പഠിക്കേണ്ട ആവശ്യകത എന്തിനാണെന്ന് വെച്ചാൽ, ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ പ്രകാശമാണെന്ന് ബെഡ്റൂമിൽ ഉപയോഗിക്കേണ്ട അല്ല, ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന പ്രകാശമാണെന്ന് ഡൈനിങ്ങിനകത്ത് ഉപയോഗിക്കേണ്ട അല്ല, ആ ഡൈനിങ്ങിന്റെ അത്രയും പ്രകാശം വേണോ ബാത്റൂമിൽ അല്ല, വെളിയിൽ നമ്മളൊരു വലിയ ലൈറ്റ് ഹാലജൻ വെച്ചു അവിടെ ഉപയോഗിക്കുന്ന പ്രകാശം വീടിന്റെ അകത്ത് ഉപയോഗിക്കുന്നതാണോ അല്ല. എന്ന് വെച്ചാൽ ഓരോരുത്തടത്തും എന്ത് ചെയ്യണം? പ്രകാശം വ്യത്യാസമായിരിക്കണം. പഠിക്കുന്നൊരു കൊച്ച് ഒരു ടേബിൾ ലാമ്പ് ഇങ്ങനെ വെച്ച് പ്രകാശം കുറവാ അല്ലയോ? ആന്നോ എന്ന് വെച്ചാൽ കണ്ണിനെ തീവ്രമായി ബാധിക്കാതിരിക്കാൻ അതാ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇലൂമിനേഷൻ ഓരോ ഭാഗത്ത് വേണ്ട പ്രകാശത്തിന്റെ അളവിനെ കുറിച്ച് പഠിക്കണം, അതിനനുസരിച്ചുള്ള ലാമ്പിനെ കുറിച്ച് പഠിക്കാൻ പോവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. It also helps to understanding light used outside closed premises highway flood lightning. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇലൂമിനേഷൻ എന്ന് പറയുന്ന പാഠം പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ മേന്മ പലയിടത്ത് വേണ്ട പ്രകാശത്തെ കുറിച്ചൊരു അറിവുണ്ടാക്കാൻ. മഹേഷ് സാറ് പറഞ്ഞു ബെഡ്റൂമിൽ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ബെഡ്റൂമിലെ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് ആ ബൾബ് ഒരെണ്ണം കൊണ്ടുവച്ച പ്രകാശം കിട്ടൂ? ഇല്ല, അവിടേക്ക് നല്ല വെട്ടം വേണം, അവിടെയൊക്കെ വലിയ ഹൈമാക്സ് പോലുള്ള വലിയ ലൈറ്റ് ഉപയോഗിക്കണം, വേണ്ടേ? അതാ പറഞ്ഞിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കേണ്ട വെട്ടം, സ്റ്റേഡിയത്തിൽ ഉപയോഗിക്കേണ്ട വെട്ടം, വീട്ടിൽ ഉപയോഗിക്കേണ്ട വെട്ടം എന്നിവയെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ ഉപകാരപ്പെടുത്തുമെന്നാ പറഞ്ഞു. The factors such credibility, low cross plainness, steady output case of control and reliability have made the electrically generated light more favorable use than other source of illumination. അവിടെ രണ്ട് കാര്യം നമുക്ക് പറയാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിനുണ്ട്, ഞാൻ പറയുന്നത് എങ്ങനെ? ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ എന്താ? നാച്ചുറൽ ലൈറ്റും ഉണ്ട്. ഉദാഹരണം സൂര്യൻ ഏതാ ലൈറ്റാ? നാച്ചുറൽ ലൈറ്റാ. ചന്ദ്രൻ നിലാവെട്ടം ആണോ? അത് ഏതാ? നാച്ചുറൽ ലൈറ്റാ ആണല്ലോ. ഇപ്പൊ മഹേഷ് സാർ വീട്ടിൽ ഒരു ബൾബ് ഉണ്ടാക്കിയെടുത്തു, അതേതാ? ആർട്ടിഫിഷ്യലാ. മഹേഷ് സാർ ടോർച്ച് ഉണ്ടാക്കിയെടുത്തു, അതേതാ? ആർട്ടിഫിഷ്യലാ ആണല്ലോ. നാച്ചുറൽ ലൈറ്റിനോട് പറയടാ സൂര്യ സൂര്യ ഒരു കാര്യം ചെയ്യും, പ്രകാശ തീവ്രത കുറയ്ക്കാൻ പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പറ്റൂ? ഇല്ല. മഹേഷ് സാറിൻ്റെ അടുത്ത് ബൾബിന്റെ കാര്യം പറഞ്ഞു, ചില ലൈറ്റിന്റെ പ്രകാശം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലയോ ഇന്നിറങ്ങുന്നത്? അതാ പറഞ്ഞ് നാച്ചുറൽ ലൈറ്റുമുണ്ട്, ആർട്ടിഫിഷ്യൽ ലൈറ്റുമുണ്ട്. നാച്ചുറൽ ലൈറ്റിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെയാണ് അത് മാറുന്നത്. ആർട്ടിഫിഷ്യൽ നമുക്ക് എന്ത് ചെയ്യാം? ഇച്ഛയ്ക്ക് അനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണോ? ശരി, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്ത സ്ലൈഡോട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ആണോ. It is the most virtual quality through the strain less for eyes, and apart from the aesthetic viewpoint, illumination is also beneficial for the health, spirit and mortal people. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കണം മഹേഷ് സാറേ ഇലൂമിനേഷൻ എന്തോ? ഇലൂമിനേഷൻ ചുമ്മാ ഒരു ബൾബ് കൊണ്ട് വെക്കുക, കത്തിക്കുക, ഉപയോഗിക്കുക ആണോ? അങ്ങനല്ല മോനെ. ഇപ്പൊ ഉദാഹരണം മഹേഷ് സാർ ഒരു സ്റ്റുഡൻറ്റാ, മഹേഷ് സാർ പഠിക്കാൻ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുക ആണല്ലോ. മഹേഷ് സാറിന്റെ ഇവിടെ 2 ട്യൂബ് ലൈറ്റ് ഇട്ടു, ഓക്കെ എന്നോ? ഇത് ആൻസർ ഉണ്ട് ഇതിന്റെ. ആ ട്യൂബ് ലൈറ്റ് ഇട്ടപ്പോൾ മഹേഷ് സാറിന് കുഴപ്പമില്ല, കാണാം. നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോഴേ ഈ സ്റ്റേജിന്റെ മണ്ടയിലൊക്കെ വലിയ വെട്ടമുഖത്തിൽ ഹാലജൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട ടൗണിൽ ജംഗ്ഷനിൽ പോകുമ്പോൾ വലിയ ഹൈമാക്സിനകത്ത് വലിയ ഹാലജൻ വെച്ചിട്ടില്ലയോ? ഇപ്പൊ എന്റെ ക്ലാസ്സിനകത്ത് മഹേഷ് സാറിന്റെ അറിവില്ലായ്മ കൊണ്ട് മഹേഷ് സാർ 2 ഹാലജൻ എടുത്ത് ആ ഭിത്തിക്കകത്ത് വെച്ച് എന്റെ കണ്ണിലടിക്കുന്നതിന്റെ കൂട്ടാന്നോ? മഹേഷ് സാർ സ്റ്റുഡൻ്റ് ആന്നേ, കുഞ്ഞു പയ്യനാന്നേ ആന്നല്ലോ, 10-15 വയസ്സുള്ള പയ്യനാന്നേ. മഹേഷ് സാർ ഇങ്ങനെ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ നിരന്തരം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വെട്ടമടിക്കുമ്പോൾ എന്നെ എന്ത് ചെയ്യും? മെന്റലി ബാധിക്കത്തില്ലയോ? നേരെ ഒരു ടോർച്ച് എടുത്ത് നിങ്ങൾ വീട്ടിൽ ഒരു ടോർച്ച് എടുത്ത് കണ്ണിലോട്ട് അടിച്ചിടണം, അപ്പോഴേ അടിച്ചു പോയി. അടിച്ചുകൊണ്ടിരുന്ന കണ്ണ് വേദനിക്കത്തില്ലയോ? ആ കണ്ണ് വേദനിക്കുമ്പോൾ അത് മെന്റലി ബാധിക്കത്തില്ലയോ? മെന്റലി മാനസികമായിട്ട് ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ജോലിയെ ബാധിക്കത്തില്ലയോ? അതൊക്കെയാണ് പറഞ്ഞ സ്ട്രെയിൻ. കണ്ണിനകത്ത് സ്ട്രെയിൻ വരും. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഹെൽത്ത്, മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും നമ്മുടെ ശ്രദ്ധ, ഏകാഗ്രതയും എല്ലാം എന്ത് ചെയ്യും? ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ശരി, അടുത്ത these factors are contributing make the study of science of illumination is important. അതുകൊണ്ടാണ് ഈ ഇലൂമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. മോനെ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറിയാമല്ലോ. ഇപ്പൊ എന്തിനു വേണ്ടി ഇപ്പൊ നിങ്ങൾ ചോദിക്കണം മഹേഷ് സാർ ഇലൂമിനേഷൻ പഠിപ്പിച്ച് എന്തിനു വേണ്ടിയാണ് പഠിപ്പിച്ചേ? അപ്പൊ നിങ്ങൾ പറയണം ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ മഹേഷ് സാർ പറഞ്ഞു ഇലൂമിനേഷൻ പഠിക്കേണ്ട ആവശ്യകത എന്ന് പറയുമ്പോൾ ഓരോ സാഹചര്യത്തിനും ഓരോ ലൈറ്റാണ് ഉപയോഗിക്കേണ്ടത് ആണല്ലോ. ഇപ്പൊ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ലൈറ്റ് എടുത്ത് ഞാൻ പഠിക്കുന്നിടത്ത് ആ ടേബിൾ ലാമ്പിന് പകരം വെച്ച് എന്റെ കണ്ണിനകത്ത് എന്ത് ചെയ്യും? നിരന്തരം വെറ്റമടിക്കും, മെന്റലി ബാധിക്കും, അത് ഫിസിക്കലി ബാധിക്കും, അതെന്ത് ചെയ്യും? ഏകാഗ്രത നഷ്ടപ്പെടും ആണല്ലോ. അതുകൊണ്ടാണ് ഇതൊരു വിഷയമാക്കിയെന്നാ പറയുന്നത്. തുടങ്ങാൻ പോന്നേ. ശരി, അടുത്തത് നേച്ചർ ഓഫ് ലൈറ്റ്.
ആ ലൈറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഒരു കുഞ്ഞു പിള്ളേർക്ക് പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ പഠിച്ചെടുക്കും. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, ഞാനും നിങ്ങളുടെ കൂടെ കാണും. ഓക്കെ ആണോ? നമുക്ക് പഠിച്ച് ആ ഒരു സബ് എഞ്ചിനീയർ അല്ലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? വാങ്ങിക്കണം ആണല്ലോ. The form of electromagnetic energy, the body radiate that human eye can receive the defined light. എന്ന് വെച്ചാൽ ഏതൊരു വസ്തുവും പ്രകാശത്തെ ഏതിന്റെ രൂപത്തിലാണ് പുറന്തള്ളുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഏതിന്റെ രൂപത്തിലാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. അതല്ല ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ഏതൊരു വസ്തുവും ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ രൂപത്തിൽ പുറപ്പെടും. അന്ന് പ്രകാശം എന്ന് പറയുമ്പോൾ ഒരു എനർജിയാണ്. ആണല്ലോ. അത് നമ്മൾ ആരെ വിഷ്വലൈസ് ചെയ്യുന്ന? കണ്ണ്. ആരാണ്? കണ്ണ്. അത് പറഞ്ഞാൽ കണ്ണിലൊരു പൊടി പോയി. ഓക്കെ ആണോ? ഇറ്റ് ഈസ് ഇറസ്പെക്റ്റബിൾ ആൻഡ് അബ്സല്യൂട്ട് നെസസറി പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. എന്ന് വെച്ചാൽ ഹ്യൂമൻ ലൈഫിന്റെ വളരെ ഒരു പ്രധാന. ഇപ്പൊ മനുഷ്യ ശരീരം ആണോ? മഹേഷ് സാറിന് ഒരു വസ്തുവിനെ കാണണമെങ്കിൽ അവിടെ പ്രകാശം ഇല്ലാതെ പറ്റുമോ? ഇല്ല മോനെ. ആ പ്രകാശം ആ വസ്തുവിൽ അടിച്ച് നേരെ എൻ്റെ കണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ പ്രകാശമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല. മനുഷ്യന്റെ കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇലൂമിനേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാ പറയുന്നത്. ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ പ്രകാശത്തിന്റെ അഭാവം would bring human functioning to a standstill. അന്ന് ഒരു തരത്തിലുള്ള വളർച്ചയും ഉണ്ടാക്കത്തില്ല. പ്രകാശമില്ല എന്നുണ്ടെങ്കിൽ വളർച്ച. ഇപ്പൊ സൂര്യൻ ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കുമോ? പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ആണോ? ഇല്ല. ഫോട്ടോസിന്തസിസ് നടക്കുമോ? ഇല്ല. സസ്യങ്ങൾ പാകം ചെയ്യുമോ? ഇല്ല. ഈ കാണുന്ന ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ അധികം ഉണ്ടാവോ? ഇല്ല. നമുക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല. പ്രകാശമില്ല ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. മഹേഷ് സാറിന് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് മൊബൈൽ വഴി എന്നെ കാണാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അന്ന് ലോകത്തിന് വളർച്ച ഉണ്ടാകത്തില്ല എന്നാ പറഞ്ഞേ. ആണല്ലോ. ശരി, അടുത്ത പറഞ്ഞേ. There are many incandescent body. അപ്പൊ അവിടെ ഞാനൊരു കാര്യം പറയുകയാണ്. ചുട്ടുപഴുക്കുമ്പോൾ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഏതൊരു വസ്തുവിനെയും എനിക്ക് എന്ത് പറയാം? ഇൻകാൻഡസെന്റ് ബോഡി ആണല്ലോ. ചുട്ടുപഴുക്കുന്നതിന്റെ ഫലമായി പ്രകാശം പുറപ്പെടുവിക്കുന്ന ഏതൊരു വസ്തുവിനെ എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ഇൻകാൻഡസെന്റ് ബോഡി. ദാറ്റ് ആർ സോഴ്സ് ഓഫ് ലൈറ്റ്. അതൊരു സോഴ്സ് ഓഫ് ലൈറ്റാ. മെഴുകുതി കത്തിച്ചു, ചൂടാ, അത് പ്രകാശം പുറപ്പെടുവിച്ചു, അതൊരു ഇൻകാൻഡസെന്റ് ബോഡിയാന്ന് എനിക്ക് പറയാൻ സാധിക്കും. ആണോ? മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു, പ്രകാശം പുറപ്പെടുവിച്ചു, അതേതാ? ഇൻകാൻഡസെന്റ് ബോഡിയാന്ന് പറയാൻ പറ്റും. ദ സോഴ്സ് ഓഫ് ലൈറ്റ്. അപ്പൊ അതിനെ പറയുന്ന പേരെന്താ? സോഴ്സ് ഓഫ് ലൈറ്റ്. ടോർച്ച് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. മെഴുകുതിരി ഒരു ടോർച്ച് ഓഫ് ലൈറ്റ് ആണ്. മണ്ണെണ്ണ വിളക്ക് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. ആണല്ലോ. വിത്ത് ലൈറ്റ് എമിഷൻ, ലൈറ്റിനെ പുറന്തള്ളപ്പെടുന്നു. ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ബോഡി എന്ന് വെച്ചാൽ ഇത് പ്രകാശം പുറപ്പെടുവിക്കുന്ന എന്തിനെ ബാധിക്കും? ടെമ്പറേച്ചർ. ഇപ്പൊ മഹേഷ് സാർ ഒരു കാര്യം ചെയ്യാം. പണ്ടത്തെ 90 കാലഘട്ടത്തിൽ ജനിച്ചവർക്കറിയാം, മണ്ണെണ്ണ വിളക്കിന്റെ തിരി ഇങ്ങനെ കൂട്ടുമ്പോൾ പ്രകാശം കൂടും. ആണല്ലോ. കുറയ്ക്കുമ്പോൾ പ്രകാശം കുറയും. ആണെന്നെ എന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ നല്ലോണം കൂട്ടുന്ന വെച്ചാൽ തിരി മണ്ടയിലോട്ട് വരുമോ? നല്ലോണം കത്തത്തില്ലയോ? ആ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ആ ഇൻകാൻഡസെന്റ് ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ആ പ്രകാശത്തിന്റെ അളവും എന്ത് ചെയ്യുന്നു? മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ശരി, അടുത്തതാ. The varying wavelength can only present the human eye in the form of color. ആണല്ലോ. ഞാൻ പറയുന്നു, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വേരിങ് വേവ് ലെങ്ത് അത് തൊട്ട് താഴോട്ട് വന്നാലേ മനസ്സിലാവത്തില്ലേ? ഓരോ വസ്തുവിനെയും വേവ് ലെങ്ത് മാറുന്നതനുസരിച്ച് നിറങ്ങൾ വ്യത്യാസപ്പെടുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ള വയലറ്റ് ആയിരിക്കും, ഏറ്റവും കൂടുതൽ ഏതാ? റെഡ്. ഇപ്പൊ മനസ്സിലാവത്തില്ല? ഒന്ന് സഹായം തരണം, അങ്ങോട്ട് പോട്ടെ. ശരി, അടുത്തതാ. ഇറ്റ് നീഡ്സ് ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് നോട്ട് വിസിബിൾ ടു ഹ്യൂമൻ ഐ. മനുഷ്യന് എല്ലാ തരത്തിലുള്ള ആ ലൈറ്റിനെ കാണാൻ പറ്റത്തില്ല. അതാ പറഞ്ഞു ഇറ്റ് നീഡ്സ് ടു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ വേവ് ലെങ്ത്, എല്ലാ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഈസ് നോട്ട് വിസിബിൾ. എല്ലാ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ മഹേഷ് സാറിന് വിസിബിൾ ആണെന്നോ? അല്ല. ഒരളവ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ലൈറ്റ് എല്ലാ ലൈറ്റിനെയും കാണാൻ പറ്റൂ? ഇല്ല. ഒരു പ്രത്യേക വിഭാഗം വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇത്ര മുതൽ ഇത്ര വരെ. അതിന് താഴെയാന്നേ കാണാൻ പറ്റൂ? ഇല്ല. അതിന് മുകളിലാന്നേ കാണാൻ പറ്റൂ? ഇല്ല. മനുഷ്യന് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ് എന്ന് പറയും. അതെല്ലാം അങ്ങോട്ട് വരട്ടെ. എന്താ പറയുന്നത്? മനുഷ്യന് കാണാൻ പറ്റുന്ന ലൈറ്റ് ഏതാ? വിസിബിൾ ലൈറ്റ് എന്ന് പറയും. ഒരു വേവ് ലെങ്തി താഴെ, ഒരു പ്രത്യേക വേവ് ലെങ്തി താഴെയാന്ന് മനുഷ്യന് കാണാൻ പറ്റൂ? ഇല്ല. കൂടുതലാന്നേ കാണാൻ പറ്റൂ? ഇല്ല. ശരി, എനി വേവ് ലെങ്ത് ബിറ്റ്വീൻ Okay, and it is invisible to us and it is called Roentgen's or X-ray. Invisible. ഞാൻ പറഞ്ഞു എല്ലാ വേവ് ലെങ്ത് മനുഷ്യന് കാണാൻ പറ്റൂ? ഇല്ല. മനുഷ്യന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഇതിനെ പറയുന്ന പേരാണ് എക്സ്റേ. ഒരു പക്ഷെ നിങ്ങൾ കാണാം, നമ്മുടെ കയ്യൊക്കെ ഓടിയുമ്പോൾ നമ്മൾ ആശുപത്രി പോകുമ്പോൾ എക്സ്റേ എടുക്കാൻ പറ്റത്തില്ലയോ? എക്സ്റേ എടുക്കാൻ നേരത്തെ എന്തെങ്കിലും ലൈറ്റ് എങ്ങാണ്ട് അടിക്കുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ ആ എക്സ്റേ മനുഷ്യന് കാണാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ അവിടെ അത് ഇല്ലെന്നാണ് അർത്ഥം? ഉണ്ട്. അതാ പറഞ്ഞിരിക്കുന്നത് ഇൻവിസിബിൾ. ഇൻവിസിബിൾ എന്ന് വെച്ചാൽ എന്താ?
കാണാൻ പറ്റാത്ത അതിനെ പറയുന്ന പേരെന്താ? എക്സ്-റേ, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് റോഞ്ച് എന്ന് പറയും. ആണോ? ദിസ് റേ ക്യാൻ പെനിട്രേറ്റ് ടു ദി ഒപ്പേക്ക് ബോഡി എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ തുരന്നകത്തൂടെ പാൻ പറ്റുന്ന റേസിനെ പറയുന്ന പേരെന്താ? എക്സ്-റേ എന്ന് പറയും. അത് മനുഷ്യന് കാണാൻ പറ്റുമോ? ഇല്ല. മനുഷ്യന് കാണാൻ പറ്റുന്ന വേവ് ലെങ്തിലേക്കായും താഴെയാണ്. ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഈ എക്സ്-റേ എവിടേക്ക് ഉപയോഗിക്കുന്നേ? എന്താ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ ഈ വിമാനത്താവളത്തിലൊക്കെ പോകുമ്പോൾ ബാഗൊക്കെ സ്കാൻ ചെയ്തില്ലയോ? അങ്ങനെയുള്ളിടത്ത് ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ ആണോ? ശരി, അടുത്തത് ഇനി നമ്മൾ പ്രധാനമായിട്ട് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഇതെല്ലാം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ബേസ് ആണ്. ഇനിയാണ് കറക്റ്റ് ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ ആണോ? ഇപ്പൊ ഇലൂമിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ് വരെ ഒരു ടീച്ചർ, നിങ്ങൾക്കറിയാം, ഒരു 10ാം ക്ലാസ് വരെ അടിപൊളിയായിട്ട് നമ്മളെ പിടിച്ചിരുത്തിയാൽ പഠിപ്പിച്ചേ. +1 +2 ആയപ്പോൾ ഇച്ചിരി അളവുണ്ടായിരുന്നു, അയവുണ്ടായിരുന്നു. ഒരു ഡിഗ്രി ആയപ്പോൾ എന്തോ അവർ പോർഷൻ എങ്ങനെയാണെന്ന് പറയത്തുള്ളൂ. ബാക്കി നമ്മൾ ഹോംവർക്ക് ചെയ്യുന്ന അനുസരിച്ചാണ്, ഇല്ലയോ? 10ാം ക്ലാസ്സിൽ അത് ഉൾപ്പെടെ നമുക്ക് ചെയ്തു തരുമായിരുന്നു. അതിൻ്റെ കൂട്ട് തന്നെ ഞാൻ പറയുന്നു, 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് തരും. നമ്മൾ സഹായിക്കുന്ന ഒരു പരസ്പര സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകണം. ഓക്കെ ആണോ? നിങ്ങളോട് സഹായിച്ചും പഠിച്ചും സഹായിക്കണം. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സഹായിക്കും. ഓക്കെ ആണോ? ശരി, അപ്പൊ തുടങ്ങാൻ പോകുന്നേ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പൊ ഞാനൊരു ഐഡിയ തരാം, അപ്പൊ എളുപ്പം മനസ്സിലാവും. ആണല്ലോ? ശരി, ഒന്നാം, ദ ബ്രൈറ്റ്നസ് സറൗണ്ടിങ് എ ലൈറ്റ് സോഴ്സ് ഈസ് നോൺ ആസ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ ഒരു വസ്തു, ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, ഒരു കുഞ്ഞു ബൾബ്, LED ബൾബ് എടുത്ത്, LED ബൾബ് അങ്ങനെയൊക്കെ പഠിച്ചാൽ ഇത് മനസ്സിലായി. LED ബൾബ് മഹേഷ് സാർ വലിയൊരു ട്യൂബ് ലൈറ്റ് എടുത്തു. ആണല്ലോ മോനെ? ആ LED ബൾബും കത്തിച്ചു, ട്യൂബ് ലൈറ്റും കത്തിച്ചു. നിങ്ങളുടെ മനസ്സിൽ പറ, LED ബൾബ് കത്തുമ്പോഴാണോ ട്യൂബ് ലൈറ്റ് കത്തുമ്പോഴാണോ നല്ല പ്രകാശം കിട്ടുന്നേ? ട്യൂബ് ലൈറ്റ് അല്ലയോ? എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ദിശയിൽ പരമാവധി ഇടാൻ പറ്റുന്ന ആ ലൈറ്റിന്റെ എനർജിയുടെ അളവിനെ പറയുന്ന പേര് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? LED ആണോ ട്യൂബ് ലൈറ്റ് ആണോ നല്ലോണം പ്രകാശം ഒരു ദിശയിലോട്ട് വിടുന്നേ? ട്യൂബ് ലൈറ്റ്. അപ്പൊ ഇന്റൻസിറ്റി ഒരേ ദിശയിലേക്കും പരമാവധി പ്രകാശത്തെ വിടാൻ കഴിവുള്ള ആർക്കാ? ട്യൂബ് ലൈറ്റ്. കമ്പയർ ചെയ്യുമ്പോൾ ആണോ? അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് മനസ്സിലായാലോ? തുടങ്ങാൻ പോയിക്കണം. The brightness surrounding light source is known as intensity. ഒരു വസ്തുവിന് അതിന്റെ ചുറ്റുപാടും പ്രകാശത്തെ പുറപ്പെടുവിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരെന്താ? ഇന്റൻസിറ്റി. അങ്ങനെയാണ് അടുത്ത ചോദ്യം. ഇന്റൻസിറ്റി കൂടുവാന്ന പ്രകാശത്തിന്റെ തീവ്രത എന്ത് ചെയ്യും? കൂടത്തില്ലയോ? ഇപ്പൊ മഹേഷ് സാർ പറയാം, ഒരു 30 വാട്ടിന്റെ ബൾബ് വാങ്ങിച്ചു. ആണല്ലോ? ഒരു 60 വാട്ടിന്റെ ബൾബ് വാങ്ങിച്ചു. നിങ്ങൾ പറ, 30 വാട്ട് കത്തിക്കുമ്പോഴാണോ 60 വാട്ടിന്റെ ബൾബ് കത്തിക്കുമ്പോഴാണോ നല്ലോണം പ്രകാശം വരുന്നേ? 60 വാട്ടല്ലയോ? അപ്പൊ എനിക്ക് പറയാം, 60 വാട്ടിന്റെ ബൾബിന് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്താ? കൂടുതൽ. പ്രകാശത്തെ സറൗണ്ടിങ് ചുറ്റുപാടും വിടാനുള്ള കഴിവെന്താ? കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത്, ദ സൈസ് ഓഫ് ലൈറ്റ് സോഴ്സ് ആൻഡ് distance of subject are two things which play a role in design intensity. എന്റെ പൊന്നു മോനെ, ഒരു ചോദ്യം ഒന്ന് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടേ. അപ്പൊ ഒന്നാമത്തെ സ്ലൈഡിൽ തന്നെ നമ്മളിപ്പോൾ 2 ചോദ്യം പറഞ്ഞു. എന്താ ഇന്റൻസിറ്റി? ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രകാശ സ്രോതസ്സിന് ചുറ്റുപാടും ലൈറ്റിനെ പുറന്തള്ളാനുള്ള കഴിവിനെ പറയുന്ന പേരെന്താ? ഇന്റൻസിറ്റി. ആണല്ലോ? ഇനി അടുത്ത പറഞ്ഞേ, ദ സൈസ് ഓഫ് ലൈറ്റ് സോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ. അങ്ങനെയാണ് ഇന്റൻസിറ്റിയെ ബാധിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. നല്ലോണം പഠിക്കണേ, ഞാൻ സഹായിക്കാം. മഹേഷ് സാർ പറയുന്നു, ഒന്ന് സൈസ്. മഹേഷ് സാർ എന്താ പറഞ്ഞു? ഒന്ന് ഏതാ പറയുന്നേ? സൈസ്. ആണല്ലോ? ശരി, 2 ഏതാന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ എന്തുവാടാ മഹേഷ് സാറേ? ഞാൻ പറഞ്ഞുതരാം. മഹേഷ് സാർ ഒരു കുഞ്ഞു ബൾബ് എടുത്തു. ഏത് ബൾബ് എടുത്തേ? കുഞ്ഞ്. പ്ലീസ് മോനെ. ആണോ? LED ബൾബ് എന്ന് വിചാരിച്ചോ? നമ്മുടെ LED ബൾബ് എന്ന് വെച്ചാലേ, LED ബൾബ് എന്ന് വെച്ചാൽ LED ആണോ? ഈ ക്രിസ്മസിനൊക്കെ ഇടുന്ന മാലയുണ്ടല്ലോ LED ബൾബ്. അപ്പൊ മഹേഷ് സാർ എന്താ എടുത്തേ? ഒന്ന് LED ബൾബ് എടുത്തേ. ഏതാ എടുത്തേ? LED ബൾബ്. ആണല്ലോ? ഇത് ആൻസർ കിട്ടും. മഹേഷ് സാർ വലിയൊരു ഉത്സവ പറമ്പിലൊക്കെ ഇരുന്ന് ഹാലജൻ ബൾബ്. ഹാലജൻ നിങ്ങൾ കണ്ടില്ല? ഹാലജൻ എന്ന് വെച്ചാൽ ഇത്ര ഇല്ലയോ? നിങ്ങൾ പറ, മനസ്സിൽ പറ, ഈ LED ബൾബിലാണോ ഹാലജൻ ബൾബിലാണോ ഏറ്റവും കൂടുതൽ പ്രകാശം വരുന്നത്? ഹാലജൻ ബൾബിലല്ലയോ? അപ്പൊ എനിക്ക് പറയാം, ഒരു ലാമ്പിന്റെ സൈസ് കൂടുന്ന അനുസരിച്ച് അത് പുറന്തള്ള എന്നപ്പെടുന്ന ലൈറ്റിന്റെ അളവ് എന്ത് ചെയ്യും? കൂടും. ഒറ്റ വാക്കി പറഞ്ഞ ഇന്റൻസിറ്റിയെ ബാധിക്കുന്ന ഒരു ഘടകം ഏതാ? സൈസ്. ആ ബൾബിന്റെ സൈസ് കൂടുന്ന അനുസരിച്ച് പ്രകാശത്തിന്റെ അളവ് എന്ത് ചെയ്യും? കൂടും. ആണല്ലോ? ഇനി അടുത്താണ് ഡിസ്റ്റൻസ്. വലിച്ചു നീട്ടിയ നമ്മൾ പറയുന്നത് ഡിസ്റ്റൻസ്. അതെ, ഇവിടെ ഞാൻ പറയും, ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആണല്ലോ? ഇത് മഹേഷ് സാറിന്റെ വീട്. ഇത് മഹേഷ് സാർ ഇവിടെ നിൽക്കുക. ആണല്ലോ? ഇതൊരു മഹേഷ് സാർ, എ മഹേഷ് സാർ. ഇത് ബി മഹേഷ് സാർ. എ എന്ന് പറയുന്ന മഹേഷ് സാർ. ഇത് ഏതാ? ബി എന്ന മഹേഷ് സാർ. ആണല്ലോ? ഈ മഹേഷ് സാറിന്റെ തൊട്ട് തലയ്ക്ക് മുകളിലായിട്ടൊരു ബൾബ് കൊണ്ടുവച്ചു. സൂര്യനല്ല, ബൾബ്. ആണല്ലോ?
ഈ ബി എന്ന് പറയുന്ന മഹേഷ് സാറിന്റെ തൊണ്ട് ഇവിടെ കൊണ്ടൊരു ബൾബ് വെച്ചു. ആണല്ലോ, രണ്ട് സെയിം പവറുള്ള ബൾബ്. മോനെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു. ഞാനല്ല പറയുന്നത്, നിങ്ങളാ പറയുന്നേ. ആണോ, എക്കകത്താണോ? അതാണ്ട് മഹേഷ് സാറിന്റെ തൊട്ട് തലയ്ക്ക് മണ്ടയിലല്ലേ ബൾബ് തൂക്കിയിട്ടേക്കുന്നേ? ഇവിടെ കൊണ്ട് മണ്ടയിലല്ലേ തൂക്കിയിട്ടേക്കുന്നേ? നിങ്ങൾ പറ, എയിലാണോ നല്ലോണം പ്രകാശം മഹേഷ് സാറിന് കിട്ടുന്ന, ബിയിലാണോ? എയിലല്ലയോ? എന്ന് വെച്ചാൽ ആ പ്രകാശ സോഴ്സും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഡിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ പ്രകാശത്തിന്റെ അളവ് എന്ത് ചെയ്തു? കൂടി. അങ്ങനെ അത് ഡിസ്റ്റൻസ് കൂടിയ പ്രകാശത്തിന്റെ അളവ് എന്ത് കുറയും. ആണല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് എന്തുമാത്രം ഞാൻ വലിച്ചു നീട്ടിയാ പറഞ്ഞ നോക്കി. ഇനി സൈസ് ഓഫ് ലൈറ്റ് സോഴ്സ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ആ ഒരു സോഴ്സ് പുറന്തള്ളപ്പെടുന്ന ലൈറ്റിന്റെ സറൗണ്ടിങ്, ചുറ്റുപാടും പുറന്തള്ളപ്പെടുന്ന ലൈറ്റിന്റെ അതിനെ പറയുന്ന പേരെന്താ? ഇന്റൻസിറ്റി. അപ്പൊ ഇന്റൻസിറ്റിയെ ബാധിക്കുന്ന ഒന്നാമത്തേതാ? സൈസ് ഓഫ് ലൈറ്റ്. ആ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ സൈസ്. ചെറിയ ബൾബുണ്ട്, വലിയ ബൾബുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രകാശം ഏതാ? ആ വലിയ ബൾബിനല്ലയോ? അപ്പൊ ഏതാ? സൈസ്. അതാ സൈസ്. ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്ട്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്ട് മഹേഷ് സാർ പറഞ്ഞു, ഇവിടെ ഒരു ബൾബ് വെച്ച് കത്തിച്ചു. ആണോ, അങ്ങ് മൊണ്ടേ കൊണ്ടൊരു ബൾബ് വെച്ച് കത്തിച്ചു. ഏറ്റവും നല്ലോണം കത്തുന്ന ഏതാ? നല്ല പ്രകാശം വരുന്ന ഏതാ? ഇവിടെ കത്തിക്കുമ്പോഴില്ലയോ നല്ല പ്രകാശം? മൊണ്ടേ കൊണ്ടുവെക്കുമ്പോൾ പ്രകാശം കുറയത്തില്ലയോ? അതാ ആ ലൈറ്റ് സോഴ്സും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ രണ്ടാമത്തതാ. ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആർ ദ ടു തിങ്സ്. ടു തിങ്സ് എന്ന് വെച്ചാൽ എന്താ? പ്രധാനമായി രണ്ട് ഘടകങ്ങൾ. അടുത്തതാ വിച്ച് പ്ലേ റോൾ ഡിസൈഡിങ് ദ ഇന്റൻസിറ്റി. അപ്പൊ പ്രകാശത്തിന്റെ തീവ്രതയെ, എടാ മോനെ ആ ഒരു വാക്കിനെ ഞാൻ പറഞ്ഞ് ബെറ്റർ ആക്കി തന്നു. ആ പ്രകാശത്തിന്റെ തീവ്രതയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്ര ഫാക്ടർ ഉണ്ട്? രണ്ട്. ഒന്ന് നിങ്ങൾ പറ, സൈസ് ഓഫ് സോഴ്സ്. അടുത്ത ഏതാ? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. പ്ലീസ് മോനെ മനസ്സിലായോ? അടുത്ത ബ്രൈറ്റ്നസ് ഓർ ഇന്റൻസിറ്റി. അതിന്റെ മറ്റൊരു പേരാ ഇന്റൻസിറ്റി. ഞാൻ പറഞ്ഞു അതിന്റെ മറ്റൊരു പേരെന്താ? ബ്രൈറ്റ്നസ്. ആൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്ലോസ്നെസ് ടു ദ സബ്ജക്ട് ടു ദ ലൈറ്റ് സോഴ്സ്. എന്ന് വെച്ചാൽ മോനെ ഡയറക്ട്ലി ഉണ്ട്, ഇൻവേഴ്സ്ലി. എന്റെ കൈ നോക്കി, അറിയാത്തൊരു പിടിച്ചോ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടിയത് ഏതാ? ഡയറക്ട്ലി. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറഞ്ഞത് ഏതാ? ഇൻവേഴ്സ്ലി. അതാ പറഞ്ഞിരിക്കുന്നത് ദ ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ക്ലോസ്നെസ്. ക്ലോസ്നെസ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിലോട്ട് അടുക്കം തോറും ആണല്ലോ, നമ്മളിലോട്ട് തന്നെ നോക്കിയേ, ഇത് ബൾബാ ആണല്ലോ. ഈ ബൾബ് താണ്ട തൊട്ട് താഴോട്ട് വരുന്നോ? അപ്പൊ താഴോട്ട് അടുക്കും തോറും പ്രകാശ തീവ്രത എന്ത് ചെയ്യും? കൂടുമെന്നാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു തന്നെ ആണോ. ഇപ്പൊ ഞാൻ രണ്ട് കാര്യം ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങി. അപ്പൊ ഇവിടെ പറഞ്ഞു ഒന്ന് കാര്യം പറഞ്ഞു. ഇത്രയും സ്ലൈഡ് ഞാൻ വിശദീകരിച്ചു വന്നു. എന്താ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു വസ്തു പുറന്തള്ളപ്പെടുന്ന സറൗണ്ടിങ് ചുറ്റുപാടിലേക്കും ഒരു ദിശയിൽ, പ്രത്യേക ദിശയിൽ പുറന്തള്ളപ്പെടുന്ന ലൈറ്റിന്റെ അളവിനെ പറയുന്ന പേരെന്താ? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ശരി. അതിന്റെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്ര ഫാക്ടർ ഉണ്ട്? രണ്ട്. ഒന്നേമത് ഏതാന്ന് വെച്ചാൽ ഏതാ? സൈസ് ഓഫ് ദ ബൾബ്. അല്ലെങ്കിൽ അടുത്ത ഏതാണെന്ന് ഞാൻ പറഞ്ഞത്? ഡിസ്റ്റൻസ്. ഓക്കെ ആണോ? ശരി. അപ്പൊ തുടങ്ങാൻ പോയിങ്ങനെ. ഇതാണ്ട് ഞാൻ ഇനി അടുത്ത പറഞ്ഞേക്കുന്നത്, ഞാൻ ഒരു ഐഡിയ പറയാം. ഓക്കെ, ഇതൊരു ബൾബാന്ന് വിചാരിക്കുക. മോനെ മനസ്സിൽ പറയണേ, എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റുന്നില്ല. പ്ലീസ് മോനെ ഒന്ന് സഹകരിക്കണേ. ഓക്കെ ആണോ? മോനെ ഈ എസ് എന്ന് പറയുമ്പോൾ ഒരു ബൾബാന്ന് വിചാരിക്കുക. ഇത് ഒരു മഹേഷ് സാർ, ഇത് വേറൊരു മഹേഷ് സാർ. ഇതിന് ആൻസർ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ എളുപ്പത്തിൽ കിട്ടും. ഇത് എ എന്ന് പറയുന്ന മഹേഷ് സാർ, ഇത് ബി എന്ന് പറയുന്ന മഹേഷ് സാർ, ഇത് സി എന്ന് പറയുന്ന മഹേഷ് സാർ ആണല്ലോ. ഇവിടെ അതേ ബൾബ് വെച്ചേക്കുന്നേ. ഇവിടെ താണ്ട പ്രകാശം വന്നടിച്ചു. താണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു, കണ്ടോ? ആണോ? ഇവിടെ വന്നപ്പോഴത്തേന് പ്രകാശം എന്ത് ചെയ്തു? കുറയത്തില്ലയോ? ആണോ? ഇവിടെ വന്നപ്പോൾ പ്രകാശം എന്ത് ചെയ്തു? കുറഞ്ഞു. ഒറ്റ വാക്കി പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ പ്രകാശത്തിന്റെ അളവ് എന്ത് ചെയ്യും? കുറയുമെന്നാ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. ഇനി അതവിടെ വിട്ടേക്ക, ഒത്തിരി ചിന്തിച്ചാലും വിഷയമാണ്. ഓക്കെ, it is extremely difficult to control the intensity of the available light source and more so especially in the case of sun, which is the biggest source of light. ആണല്ലോ, അവിടെ എന്റെ സഹായം വേണം. ശരി, നമ്മൾ പറഞ്ഞു, നമുക്കറിയാം രണ്ട് തരം ലൈറ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ആണല്ലോ. ഒന്നേതാ? നാച്ചുറലുമുണ്ട്, പിന്നെ ഏതാ? ആർട്ടിഫിഷ്യലുമുണ്ട്. നാച്ചുറൽ എന്ന് വെച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞ സൂര്യൻ. മഹേഷ് സാർ എന്താ പറഞ്ഞേ? ഈ ലൈറ്റിന്റെ എന്താ ചെയ്യും? ഡിസ്റ്റൻസ് മാറ്റുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ അളവ് മാറ്റാമെന്നല്ലേ നമ്മൾ പറഞ്ഞു. പക്ഷേ സണ്ണിനെ പോലെ സൂര്യൻ ആണല്ലോ, അവര് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ഇന്റൻസിറ്റി ഓഫ് അവൈലബിൾ ലൈറ്റ് സോഴ്സ് ആൻഡ് മോർ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് സൺ വിച്ച് ഈസ് ലാർജസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. ഈ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ അളവ് നമുക്ക് ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കുറയ്ക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ. ഓക്കെ ആണോ? ശരി, അടുത്ത പറഞ്ഞേ, there is no possibility adjusting the distance from the sun and the
സൺ ആൻഡ് ദാറ്റ് വുഡ് ബി ഓൺലി ഹാപ്പൻ നാച്ചുറലി. അവര് പറഞ്ഞേ, ഞാൻ ആദ്യം ഒരു പ്രസ്താവന പറഞ്ഞു, എന്താ പറഞ്ഞേ, നമുക്ക് പ്രകാശത്തിന്റെ തീവ്രത കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എങ്ങനാ? രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഏതാ? സൈസ്, അല്ലെങ്കിൽ ഏതാ? ഡിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നമുക്ക് ലൈറ്റിന്റെ പ്രകാശം എന്ത് ചെയ്യാൻ? കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പക്ഷെ ഇവര് പറഞ്ഞേ, പക്ഷെ സൺ എന്ന് പറയുന്ന ഒരാൾ ബിഗ്ഗസ്റ്റ് എനർജി സോഴ്സ് ഉണ്ട് ആണല്ലോ, അയാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡിസ്റ്റൻസ് എന്താ? പക്കയെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രാവും പകലും ഉണ്ടാകുമ്പോൾ വ്യത്യാസം വരുന്നേ അല്ല ഞാൻ പറഞ്ഞത്. അത് ശ്രദ്ധിക്കണം, ഇനി അങ്ങനെ ചോദ്യം ചോദിക്കരുത്. അവര് പറഞ്ഞേ, ആ സൂര്യനും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? ഈക്വല. അതുകൊണ്ട് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റത്തില്ല. പക്ഷെ ചുറ്റുന്നതിനനുസരിച്ച് രാവും പകലും അല്ലെ വൈകുന്നേരമൊക്കെ വ്യത്യാസം വരും. അങ്ങനല്ല പറഞ്ഞ ഡിസ്റ്റൻസ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞേ ആണല്ലോ. ഭൂമി ഇങ്ങനെ ചുറ്റുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്, ഓക്കെ ആണോ? പക്ഷെ ആ ടെമ്പറേച്ചർ എന്താ? ഒരേപോലെ. കാരണം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? ഒരേപോലെ ആണല്ലോ. ഇപ്പൊ ഉദാഹരണം പറയും, നമുക്കിപ്പോ നല്ല ചൂടാ, ഇത് കറങ്ങി വരുമ്പോൾ നമുക്ക് ചൂട് കുറവാ, പക്ഷെ ആ സമയം വേറെ രാജ്യത്ത് എന്തോ ആ ഭയങ്കര ചൂട് അവിടെ നിലനിൽക്കോ മോനെ ആണോ? അതാ പറഞ്ഞേ, ഡിസ്റ്റൻസ് എന്താ? അതേപോലെ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതേതാ? നാച്ചുറലി ആണല്ലോ. ശരി, അടുത്തേ അവിടെ നിങ്ങൾ 4 പോയിന്റ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഏതാ? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്താ? ഇന്റൻസിറ്റിയെ ബാധിക്കുന്ന എത്ര ഘടകങ്ങളുണ്ട്? സൂര്യന്റെ ഇന്റൻസിറ്റി നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ 4 ചോദ്യം ആയല്ലോ. അതാ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ പോന്നേ. ശരി, അടുത്തതാ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത് നമ്മൾ പറഞ്ഞേ പോത്തുള്ളൂ ആണോ? ശരി, ഓരോ പോർഷൻ കഴിഞ്ഞ് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ആൻസർ വർക്ക്ഔട്ട് ചെയ്യും. ശരി, അടുത്തതാ. Why objects such as reflector can be used, they do not cause any change in actual light. ഇനി അടുത്തൊരു കാര്യം, ഇപ്പൊ മഹേഷ് സാർ ഇവിടേക്ക് നിൽക്കുക ആണല്ലോ. ശരി, അങ്ങനെ നീ ഒരു കാര്യം ചെയ്യോ, ഞാനൊരു കണ്ണാടി എടുത്തല്ലോ. ആ കണ്ണാടി എടുത്ത് സൂര്യപ്രകാശനെ പ്രതിഫലിപ്പിച്ച് അങ്ങോട്ട് വിട്ടല്ലോ. അവര് പറഞ്ഞേക്കുന്നതോ, ഒരു റിഫ്ലക്ടർ ഉപയോഗിച്ചാൽ നമുക്ക് പ്രകാശത്തിന്റെ ദിശ മാറ്റാനേ പറ്റൂ, അതിന്റെ തീവ്രത മാറ്റാൻ പറ്റത്തില്ല. പറ്റുമോ മോനെ? അവിടുന്ന് വരുന്ന പ്രകാശത്തെ എനിക്ക് ഒന്ന് ചരിച്ചു വിടാനേ പറ്റൂ. ആ വിചാരിക്കോ, ആ പ്രകാശം വന്നു, എനിക്ക് ഇച്ചിരി കുറയ്ക്കണം, കണ്ണാടിക്കകത്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റൂ? ഇല്ല. ആ കണ്ണാടി എന്താ ചെയ്യുന്നത്? ആ ലൈറ്റ് വന്ന ലൈറ്റിനെ അടിച്ച് തിരിച്ച് ദിശ മാറ്റി വിട്ടു. പ്രകാശത്തിന്റെ അളവിൽ മാറ്റം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒഞ്ഞു നോക്കി, ബൈ ഒബ്ജക്ട് സച്ച് എ റിഫ്ലക്ടർ എന്ന് വെച്ചാൽ എന്താ? കണ്ണാടി പോലെയുള്ള ക്യാൻ ബി യൂസ്ഡ് ഉപയോഗിക്കുന്നത്. They do not cause any change in the actual light. യഥാർത്ഥ പ്രകാശത്തിന്റെ തീവ്രത മാറ്റാൻ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ശരി, ഇനി അടുത്തതാ. ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ്. One of the basic requirement for the human functionality is light, without which moving around the doing things will become extremely difficult. നേരത്തെ പറഞ്ഞ തന്നെ, ആ പ്രകാശമില്ലാത്തൊരു ലോകമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സാധ്യമാവൂ? ഇല്ല. ശരി, ലൈറ്റ് ആഫ്റ്റർ simultaneously after sight send the signal to the brain which make you see recognize the object. അവര് പറഞ്ഞിരിക്കുന്നതാ, ഇപ്പൊ ഞാൻ ഒരു വസ്തുവിനെ കാണുന്നു. എങ്ങനെ കാണുന്നേ? ഈ പേന എനിക്ക് കാണാൻ പറ്റി. എങ്ങനെ? ആ പ്രകാശം വന്ന് പേനയിലടിച്ച് എൻ്റെ കണ്ണിൽ വന്ന് അടിച്ചതിന് ശേഷം അതിൽ നിന്ന് സിഗ്നൽ ഉണ്ടായി എങ്ങോട്ട് പോകുന്നു? ബ്രെയിൻ. ഒന്നും കൂടെ പറയാം, ആ പ്രകാശം ആ പേനയിൽ വന്ന് അടിച്ച് എൻ്റെ കണ്ണിൽ എത്തുമ്പോൾ അവിടെ സിഗ്നൽ ഉണ്ടാകുന്നു. ആ സിഗ്നലിനെ ബ്രെയിനിലോട്ട് വിടുന്നു. അതാ പറഞ്ഞേ, ലൈറ്റ് ആഫ്റ്റർ സിമുലേറ്റിംഗ് ദ സൈറ്റ് സെൻഡ് സിഗ്നൽ ടു ദ ബ്രെയിൻ. ബ്രെയിൻ എന്ന് വെച്ചാൽ എന്താ? തലയിലേക്ക് മസ്തിഷ്കത്തിലേക്ക് ആ സിഗ്നലിനെ കടത്തി വിട്ടാണ് റെക്കഗ്നൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ? കാണേണ്ട വസ്തുവിനെ റെക്കഗ്നൈസ്ഡ് ഒബ്ജക്ട്. ഓക്കെ ആണോ? ശരി, ദിസ് ഈസ് പ്രൈമറി പർപ്പസ് ഓഫ് ഇലൂമിനേഷൻ ത്രൂ ദെയർ ആർ മെനി മോർ. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇലൂമിനേഷന്റെ പ്രധാന ഘടകം, പ്രാഥമിക ഘട്ടം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ കാണാൻ. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും, എന്തിനു വേണ്ടിയാണ് ഇലൂമിനേഷൻ? ആ ഇലൂമിനേഷൻ എന്ന് വെച്ചാൽ കാഴ്ച എന്ന് പറയുന്ന അനുഭൂതി സാധ്യമാവാനാണ് ഇലൂമിനേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ന്യൂ ഏജ് ഫംഗ്ഷൻ ഓഫ് ലൈറ്റ് ഇൻക്ലൂഡ് പ്രൊമോട്ടർ ഓഫ് വാണിംഗ്. അനി ഒറ്റ വാക്കിൽ അത് പറയുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ഇലൂമിനേഷൻ കൊണ്ട് നമുക്ക് എന്താ? റോഡ് സൈഡ് ലാമ്പ് പോസ്റ്റ് ക്യാൻ ബി ഹെൽപ്പ് ദ റിഡക്ഷൻ ഓഫ് റോഡ് ആക്സിഡന്റ്. ഇപ്പൊ ഉദാഹരണം പറയാം, റോഡ് സൈഡിലെല്ലാം നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിരിക്കുന്നതാ? ആ റോഡ് സൈഡിലുള്ള ആക്സിഡന്റ് ഒഴിവാക്കാനില്ലയോ? ഇവിടെ ഇപ്പൊ ലൈറ്റ് വെച്ച് എന്തിനു വേണ്ടിയാ? എനിക്ക് പഠിപ്പിക്കാനില്ലയോ? ഇവിടെ എന്റെ തീവ്രത കൂട്ടി എന്തിനാ? ഇത് കാണാൻ വേണ്ടിയല്ലയോ? ഞാനിട്ട് ഉടുപ്പിന്റെ കളർ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്തുള്ളത് കൊണ്ടാ? ആ ഇലൂമിനേഷൻ, പ്രകാശമുള്ളത് കൊണ്ടാ. ഓക്കെ ആണോ? ശരി, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശരി, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒഴിവാക്കാം എന്നാ പറഞ്ഞ് ബാക്കിയുള്ള പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.